ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേ ഈ വർഗീയ പരാമർശങ്ങൾ, പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശൻ പോലെ സാമുദായിക നേതാക്കൾ, അതിനുശേഷം ഉത്തരവാദിത്തപ്പെട്ട സജി ചെറിയാൻ മന്ത്രിയുടെ ഭാഗത്ത് പോലും ചില പ്രത്യേകിച്ച് പോയിന്റഡ് ആയിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായി. അതിനെതിരെ വലിയ വിമർശനം ഉണ്ടായി. എന്താണ് അത്? ആ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ഒരു സെക്യുലർ ഫാബ്രിക് നിലനിർത്തുക എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ്. എല്ലാ കാലഘട്ടത്തും മതേതരത്വ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച ഒരു സമൂഹമാണ് കേരള സമൂഹം എന്ന് പറയുന്നത്. അത് ഭൂരിപക്ഷ വർഗീയതയായിക്കൊള്ളട്ടെ, ന്യൂനപക്ഷ വർഗീയതയായിക്കൊള്ളട്ടെ, അതിനെല്ലാം എതിരെ ശബ്ദിച്ചിരിക്കുന്ന ഒരു സമൂഹമാണ് കേരളീയ പൊതുസമൂഹം എന്ന് പറയുന്നത്. മത നേതാക്കന്മാർ എല്ലാവരും എന്ത് ചെയ്യുന്നു? ഈ വർഗീയത പടർത്തുന്ന തരത്തിലേക്കുള്ള പ്രസ്താവനകൾ നടത്തരുത് എന്ന് തന്നെയാണ് KSUവിന്റെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട നിലപാട്. അതിൽ ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം സർക്കാർ സ്പോൺസേഡ് ആണ്. പിണറായി വിജയന്റെ എത്രയോ വർഗീയ പരാമർശങ്ങൾ ഈ പറയുന്ന മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ നിരന്തരം നടത്തിക്കൊണ്ട് ഈ സജി ചെറിയാൻ പിണറായി വിജയന്റെ ആശീർവാദമില്ലാതെ അല്ലെങ്കിൽ അനുഗ്രഹമില്ലാതെ ഇത്തരത്തിലേക്കുള്ള സ്റ്റേറ്റ്മെന്റുകൾ നടത്തുമോ? അപ്പൊ വലിയൊരു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ കമ്മ്യൂണൽ പോളറൈസേഷൻ നടത്തിക്കൊണ്ട് വലിയ രീതിയിലേക്കുള്ള വിഭജനം സംസ്ഥാനത്ത് ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെയും 10 വോട്ടുകൾ കൂടുതൽ ലഭ്യമാകണമെങ്കിൽ ലഭ്യമാകട്ടെ എന്ന തരത്തിലേക്ക് ഒരു സർക്കാർ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെയുള്ള ഒരു പാർട്ടിയിൽ നിന്ന് ഇത്തരത്തിലേക്കുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ നിലപാടുകൾ ഉണ്ടാകാൻ പാടില്ല. കാരണം നമുക്കറിയാം, വലിയ രീതിയിലേക്ക് വർഗീയത കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിലേക്ക് കത്തിച്ചുകൊണ്ട് രാജ്യത്തുള്ള ജനങ്ങളെല്ലാം വിഭജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയമെല്ലാം നമ്മൾ കണ്ടതാണ്. അതിന്റെ തീവ്രതയെല്ലാം നമ്മൾ കണ്ടതാണ്. കേരളം ഇങ്ങനെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഇത്തരത്തിലേക്ക് ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഈ മുട്ടനാടിന്റെ പണിയായിട്ട് മുന്നോട്ട് പോകുന്ന പിണറായി വിജയൻ ആ നയം അവസാനിപ്പിക്കണം എന്നാണ് ഈ വിഷയത്തിൽ KSUവിന് പറയാനുള്ളത്. അല്ല, അതിന് ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞു. ഞാൻ സജി ചെറിയാൻ ഉൾപ്പെടെ എത്രയോ രാഷ്ട്രീയ ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച കേരളത്തിലെ മുഴുവൻ സാമുദായിക നേതാക്കന്മാരും കേരളത്തിന്റെ സെക്യുലർ ഫാബ്രിക്കിനെ നിലനിർത്തുന്ന തരത്തിലേക്കുള്ള ഇടപെടലുകൾ നടത്തി മുന്നോട്ട് പോകണം. അതിന് ഒരു വിഘാതമുണ്ടാകുന്ന തരത്തിലേക്കുള്ള ഏത് നേതൃത്വമാണെങ്കിലും അതിന് ശ്രമിക്കരുത് എന്നാണ് ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഞങ്ങളുടെ അഭിപ്രായം. കാരണം നമ്മൾ കേരളീയ പൊതുസമൂഹം എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന മതേതര കാഴ്ചപ്പാടുകളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പൊതുസമൂഹമാണ്. അപ്പൊ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ ഗൗരവകരമായിട്ട് നമ്മൾ ഓരോരുത്തരും നടത്തുന്ന പ്രസ്താവനകളെ പറ്റി തീവ്രമായി ചിന്തിക്കേണ്ടത് അതാത് ആളുകൾ ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ സെക്യുലർ ക്രെഡൻഷ്യൽസിനെ എല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കേരളത്തിന്റെ മുഴുവൻ രാഷ്ട്രീയ, പ്രത്യേകിച്ച് ഭരണപക്ഷത്തിന് വലിയ റോളുണ്ട് അതിൽ. ഭരണപക്ഷം എന്തെങ്കിലും ഇന്ന് വെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന തരത്തിലേക്കുള്ള നിലപാടുകളുമായിട്ട് പിണറായി വിജയൻ മുന്നോട്ട് പോവുകയാണ്. അത് അവസാനിപ്പിക്കണമെന്ന് കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രിയോട് പറയാൻ കൂടി ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്.